എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. ഞങ്ങൾ കുറെ നേരമായി സ്വാഗതം പറയാനായിട്ട് കട്ട വെയിറ്റിംഗിൽ നിക്കണത്. പുള്ളിയുടെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും നേരം. ക്യാമറ വെച്ചിട്ട് എടുക്കണോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കാണുന്നുണ്ടാ. ഞങ്ങളെ കാണിക്കണോ? നിങ്ങളെ തിരിച്ചു കാട്ടിത്തരാൻ ഞാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ കുറെ നേരമായിട്ട് സുധപ്പൻ ഇങ്ങനെ ഇൻട്രോ എടുക്കാനായിട്ട് ഞാൻ എടുക്കും, സുധുവിനെ പറ്റിച്ചോണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ശരിക്കും സത്യം എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അങ്ങനെ നമ്മള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങണത്. കുറെ ദിവസത്തിന് ശേഷമുള്ള അപ്പൊ നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ 3 പേരും കൂടി ഒരു ഫ്രെയിമിൽ ഇരുന്ന് വർത്താനം പറയണത്. കുറെ ഞാനുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നമുക്കിനി ഇരുന്ന് പറയാ. സുധപ്പന് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് സുധപ്പനും കൂടി വാ. അങ്ങനെ നമുക്ക് നമ്മുടെ സുധപ്പൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കണത് വേറെ ഒന്നിനും അല്ല, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു മാസമായിട്ട് അടുപ്പിച്ച് തന്നൊരു കമന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറ്റണവർക്കൊക്കെ കമന്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട്. പക്ഷെ ഞാൻ ഓർത്ത് വീണ്ടും കമന്റ് അധികമായിട്ട് വന്നത് വേറൊന്നുമല്ല, ഞാൻ എന്താണ് ജോലി നിർത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല മുന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പറയാന്നുള്ളത്. അത് വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും ഞാൻ ഇടക്ക് കമന്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും എന്നൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടി പറയാൻ നിർത്തി അല്ലേ. അപ്പൊ ഞാൻ ജോലി നിർത്തി. നമ്മുടെ ആദ്യം ഞാൻ പ്ലാസ്റ്റിക് കടയിലായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഒരു 9 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ കല്യാണിലാണ് ഇപ്പം 1 വർഷമായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വേറെ ഒന്നുമല്ല, എവിടെയാണ് ജോലി ചെയ്യണ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ കമൻ്റൊക്കെ വരാറുണ്ടായിരുന്നേ. അപ്പം ഞാൻ കല്യാണിലായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് കറക്റ്റ് 1 വർഷം കല്യാണിലായിരുന്നു. ഏപ്രിൽ 5-ാം തീയതി വരുമ്പോൾ ഏപ്രിൽ 7-ാം തീയതി വരുമ്പോൾ 1 വർഷം ആവുമായിരുന്നു. ആ കറക്റ്റ് ആ ദിവസം തന്നെ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയത് നിർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല ശരിക്കും അല്ലേ, നിർത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശരിക്കും ഇറങ്ങിയത്. എനിക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിരുന്നു. അതൊരു ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് ചൂടും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. കാര്യമായിട്ടെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ. ഇതിപ്പോ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിലും എന്താന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജോലിക്ക് പോണവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ മടിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാറിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഞാൻ വെച്ചോണ്ടിരുന്നു. എന്നാലും ഞാൻ കുറേ സ്കിന്നിന്റെ ഡോക്ടറൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവം മാറണുണ്ടായില്ല. ഒരു 2 വർഷം ആയിട്ട് എനിക്കിങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് പുറത്തേക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും ഡോക്ടറെ കാണണം എന്നുള്ള തീരുമാനം. വേറെ ഏതെങ്കിലും ഡോക്ടർ ആയുർവേദം കഴിച്ച് ഹോമിയോ കഴിച്ച് ഇതൊക്കെ കഴിച്ചിട്ടും ചിലപ്പോൾ എൻ്റെ ബോഡി അതൊന്നും പിന്നെ ഞാൻ ഫീൽഡ് പോവല്ലേ, വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളണോണ്ടായിരിക്കാം ചിലപ്പോൾ. ഒന്നിനെയും കുറ്റം പറയണതല്ല, ചിലപ്പോൾ അതെൻ്റെ ബോഡിക്ക് സെറ്റായി വന്നില്ല. ഓയിൽമെൻറ്റുകളും കാര്യങ്ങളൊക്കെ തേച്ചിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങോട്ട് വലുതായിട്ട് കൂടി. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ലീവ് എടുക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുവാവയൊക്കെ വന്ന സമയമായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് ഞാൻ ഓർത്ത് കുറച്ച് ലീവ് എടുത്തിട്ട് അപ്പോൾ ലീവ് ഓഫീസിലാണെങ്കിൽ ചോദിച്ചപ്പോഴും ലീവ് അവർ തന്നു. അങ്ങനെ ലീവൊക്കെ എടുത്ത് കുറച്ച് സെറ്റായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് എന്തുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബ്രേക്ക് എടുത്തുവിടാന്ന്. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് ജോലിക്ക് പോണ ഒരാളാണ്. അപ്പം എനിക്ക് ഒരു ബ്രേക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്താണ് വേണ്ടാതിരിക്കണം അങ്ങനെ ഒരു ബ്രേക്ക് ഞാൻ എടുക്കാമെന്ന് കരുതിയിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം മാറി കേട്ടോ, ശരിക്കും നന്നായിട്ട് മാറി. ഞാനിപ്പം മെഡിസിൻ കഴിക്കുന്നത് ആസ്റ്ററിലെ മെഡിസിനാണ്. എനിക്ക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ പോലെ ഇങ്ങനെ വരും. രാവിലെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ചൊറിച്ചിലായിരിക്കുള്ളൂ. ആ ഒരു ചൊറിച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഭയങ്കര ഒരു നീറ്റലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളിത് മൈൻഡ് ചെയ്യണമല്ലോ. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഇതായിരുന്നു കുറേ പേർക്കെങ്കിലും. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ എല്ലാവരും പറയണം അവർക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുണ്ട്, വന്നും പോയൊക്കെ ഇരിക്കേണ്ടതെന്ന്. ചൂടിൻ്റെ ആയിരിക്കാം. പിന്നെ എനിക്ക് ചെറിയ രീതിയിലൊരു സൂര്യാഘാതവും കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയ്യിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം അങ്ങനെ നമ്മൾ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തേക്കണേണ്. ജോലി നിർത്തിയതല്ല ശരിക്കും. ഞാനൊരു മുന്നത്തെ ഒരു ഷോർട്സിൽ ജോലി നിർത്തിയെന്ന് പറഞ്ഞതിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് വിസ്തീരിച്ച് പറയാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ വേറൊരു ജോലി സെറ്റാകുമ്പോൾ നമ്മൾ പോകും. പക്ഷെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എന്തായാലും എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോൾ 2 പേരും ചേട്ടനാണെങ്കിലും അവിടെ തിരക്കായിട്ട്
അങ്ങനെ ഞാനിവിടെ തിരക്കൊക്കെ ആയിട്ട് ഞങ്ങളുടേതൊരു സ്പേസ് ഞങ്ങൾ കണ്ടെത്താനായിട്ട് ഇത്തിരി കുറവാണ്. അപ്പം ഇനിയിപ്പം ഞങ്ങളുടേതായ കുറച്ച് എന്താണ് നമ്മൾ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ജോലിയും ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീവൊക്കെ കിട്ടണമെന്നില്ല. എന്നാലും എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും പറഞ്ഞിരുന്നു ചേച്ചി എന്നായാലും കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. അവരിപ്പോൾ 1 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് റിസൈൻ വെച്ചത് തന്നെ. അപ്പം ഇപ്പം ഞാൻ സ്വസ്ഥ ഗൃഹഭരണമായിട്ട് കുടുംബം ഭരിച്ചോണ്ടിരിക്കണം. കുടുംബം ഭരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർക്കും ഉണ്ട് കുറച്ച് പറയാനായിട്ട്. എന്താന്ന് വെച്ചാൽ എന്നെ എത്രയും പെട്ടെന്ന് ജോലിക്ക് വിടുമെന്നാണ് പറയണത്. പറഞ്ഞതിന് കൂടുതലാണ് ജോലിക്ക് തിരിച്ചു വിടുന്നതായിരിക്കും. എന്നെ അധികം ദിവസം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഞാൻ ഇവർക്കൊരു ശല്യം ഉണ്ടാവൂലായിരുന്നു. ഇത് ഞാൻ അവിടെ തുടരുത് ഇവിടെ തുടരുത്, തുടക്കല് പിടിക്കല്, അങ്ങനെ OCDയുടെ കുറച്ച് അസുഖമുള്ളതുകൊണ്ടേ അങ്ങനെ വിരിക്ക് നടക്കലും. പിന്നെ ഇപ്പൊ സുധപ്പനാണെങ്കിലും സുധപ്പൻ ഇപ്പൊ ഭയങ്കര സെറ്റാണ്, സുനിച്ചേട്ടന് ഭയങ്കര സെറ്റാണ്. കാരണം വീട്ടിൽ ആളുണ്ടായിരുന്നില്ലല്ലോ ഇത്രയും നാളും. അപ്പൊ ഇപ്പൊ വീട്ടിൽ ആളായപ്പോ ഹാപ്പിയാണ്. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ജോലി നിർത്തിയതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിരുന്നു ശരിക്കും. സുധപ്പനും ചേട്ടനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇത്രയും നാളും പോവാതിരിക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ അവിടെ നിന്നൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയണത് വേറൊന്നുമല്ല, എന്തെങ്കിലും ചെറിയ അസുഖങ്ങളാണെങ്കിലും ഇപ്പോൾ ഇൻഫെക്ഷൻ തന്നെയല്ല, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി അതിന് മുൻകൈ എടുത്ത് ചെയ്യണം. അല്ലാതെ വേറൊരാൾ വരട്ടെ, വേറൊരാൾ നോക്കട്ടെ എന്നൊന്നും വിചാരിച്ച് ആരും നിൽക്കരുത്. എല്ലാവരും പോയി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെറുത് വന്നാലൊന്നും ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അതിങ്ങനെ നമ്മൾ വെച്ചോണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ ഓർക്കുന്നത് മാറിക്കോളും എന്നൊക്കെ വിചാരിച്ചാണ്. അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പോകൂല ആദ്യം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഇരുന്നുള്ളത് പേനക്കാതെ രീതിയിൽ എല്ലാവരും പോകണം. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാകും. എന്നാലും കുഴപ്പമില്ല, ഇപ്പം മാറിയിട്ടാ, ഇപ്പം ബെറ്ററായി. ഞാൻ ആസ്റ്ററിലാണ് മരുന്ന് കഴിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരെ അങ്ങനെ ഒരു ദിവസം ശ്രുതിയുടെ വാവയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞാനിങ്ങനെ പോയപ്പോൾ ശ്രുതി ചേച്ചിന് ഇവിടെ ഒന്ന് കാണിച്ച് നോക്കിയാലോ നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിൻ തന്ന് 8ാമത്തെ ദിവസം എനിക്കത് ഒരു ശമനം കിട്ടി. അതിന് ശേഷം 2 മാസം ഞാൻ മെഡിസിൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഇപ്പം ബെറ്ററായി, ഇപ്പം സെറ്റായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്ത, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടും കുറേ പേർക്ക് റിപ്ലൈ തരാത്തതിൽ ആരും എന്നോട് ഒരു വിഷമം വിചാരിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയാമല്ലോ. അപ്പം എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യുമല്ലോ എന്നൊക്കെ. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്. അതെ, നമ്മള് ഇന്നലെ ഒരു ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിരമ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം. കാരണം നമ്മൾ ഒരു ലൈഫ് നമ്മൾ മൊത്തത്തിൽ ബിസി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. സുനിച്ചേട്ടനാണെങ്കിലും വേറെ അങ്ങനെ ഇപ്പം ഞാൻ സുധും കൂടി ആണെങ്കിലും ജസ്റ്റ് കറങ്ങാനും ഞങ്ങൾ ഇവിടെ പിള്ളേരൊക്കെ ഒരുമിച്ച് പോകുമെങ്കിലും ചേട്ടനെ എങ്ങും പോവാറൊന്നുമില്ല. അപ്പം ചേട്ടൻ്റെ ആ ഒരു സമയത്തിനും കൂടി നമ്മൾ ജോലി നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് ഓർത്ത് പിന്നെ എല്ലാവരും കൂടി തീരുമാനമെടുത്തു. അമ്മയായാലും കണ്ണനായാലും ശ്രുതിയാണെങ്കിലും ഒക്കെ എല്ലാവരും പറഞ്ഞ് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്ക്. അതെ, അവരെല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി എന്നെ ഒന്ന് മനസ്സിന് സമാധാനിപ്പിച്ച്. പിന്നെ ഇവരെനിക്ക് നല്ല കട്ട സപ്പോർട്ടായതുള്ളതുകൊണ്ട് പിന്നെ സപ്പോർട്ടുകാരൻ ഭയങ്കര സപ്പോർട്ടുകാരൻ പുറകിലുണ്ട് കേട്ടോ. അവൻ ഭയങ്കര സപ്പോർട്ടാണ്. അവൻ എൻ്റെ ഒരു മുഖം പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ. ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഒരാഴ്ചയൊക്കെ ഞാൻ ശരിക്കും ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് നമ്മുടെ വീഡിയോസൊക്കെയും കുറച്ച് കുറഞ്ഞത്. പക്ഷേ ഇനി വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ ചില്ലായിട്ട് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഒക്കെ വേണം കേട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാവിധ നല്ലതും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം. ഒരച്ഛനും മോനും ഇന്നും മിണ്ടാതിരിക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ തന്നെ ഇത് പറയണമെന്ന് പറഞ്ഞിട്ടാണ്. ചേട്ടനാണെങ്കിൽ ഈ കമന്റ് കാണുമ്പോൾ തന്നെ എന്നെ വിളിക്കും, ഗീതോ റിപ്ലൈ കൊടുക്കടി. അപ്പൊ റിപ്ലൈ ഞാൻ പറഞ്ഞു നിങ്ങൾ 3 പേരും കൂടി വന്നിട്ട് നമ്മ 3 പേരും കൂടി ഇരുന്നിട്ട് റിപ്ലൈ കൊടുക്കാം. വെയിറ്റ് ചെയ്ത് ഇത്ര ആയതാണ് കേട്ടോ. അല്ലാതെ ഇത് പെട്ടെന്ന് ഒരു ഷോർട്സിലൂടെ പറഞ്ഞ് തീർക്കാമായിരുന്നു. 3 പേരെയും കൂടി കിട്ടൂല. സുധപ്പന് ബിസിയാണ്. അപ്പൊ ഇന്നിപ്പോ നേരത്തെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി വന്നത്. പിന്നെ എന്തായാലും വീഡിയോ എടുത്തിട്ട് വൈകുന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവരും ഇനി വരുന്ന വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വേണം.
നമുക്ക് വീഡിയോ നിർത്തിയാലാ. പിന്നെ നമ്മുടെ യാത്രകളുടെയും കാര്യങ്ങളുടെയും വീഡിയോസ് ഒക്കെ ഇനി വരും. നമ്മുടെ വാവക്ക് പേരിട്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാവയുടെ പേരിട്ടിട്ടില്ല, പേരിടൽ ചടങ്ങൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വിശേഷങ്ങൾ വരുന്നുണ്ട്. അതെ, വാവയുടെ പേരിടലും കടക്കര വീട്ടിലോട്ട് പോകലും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ സുതപ്പന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിത്തമൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. 9ാം ക്ലാസ് വരെ സ്റ്റാർട്ടിങ് കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ ചേട്ടനാണെങ്കിൽ അമ്പലത്തിൽ, ചേട്ടൻ മാടവന അമ്പലത്തിലാണ് കേട്ടോ, പൂജാരിയാണ്. ഞാൻ പിന്നെ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും കൂടി പറയുന്നതാണ് നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ സുതപ്പന്റെ സ്കൂൾ വീഡിയോ ഇട്ട സമയത്ത് 20.2K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മുടെ കുടുംബം. കുറച്ചും കൂടി വലുതായിട്ടുണ്ട്, 20.4K ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരേ ദിവസം നോക്കി നിൽക്കുമ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കണേണ്. അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നമുക്ക് നിർത്തിയാലോ. അതെ, വലിച്ച് ഒരുപാട് നീട്ടിക്കൊണ്ടുള്ള. അപ്പൊ ജോലി നിർത്തിയതും ഇനി ചിലപ്പോൾ ജോലി പുതിയതായിട്ട് തുടങ്ങുമ്പോഴും തന്നെ അടുത്ത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.